ഹായ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നൊരു അടിപൊളി പ്രാങ്കാണ്. അതായത് സൈബ് കിട്ടോ. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ വിപ്പിംഗ് ക്രീമും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ട് നമ്മൾ കുറേ ആയില്ലേ റഷ്യ. അപ്പോൾ ഇന്ന് കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ കപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് പാലും വെള്ളവും ഇതൊക്കെ കൂടി ആക്കിയിട്ട് സൈബ് ഒരു പുതിയ ഡ്രസ്സ് ഇട്ട് ഒരു സ്ഥലത്ത് പോയി വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു ഡ്രസ്സിൽ ഓൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ്. ആ ഡ്രസ്സിൽ നമ്മൾ എന്താ ഡ്രസ്സ് കൊളാക്കാൻ വേണ്ടി പോകണേ വന്നിരിക്കല്ല, ഓള് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ഞാൻ പോയിട്ട് വേണം കൂട്ടിക്കൊണ്ടുവരാന്. അപ്പൊ ആ ടൈം കൊണ്ട് ഈ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി റെഡിയാക്കിയിരിക്കും. അപ്പൊ ഫണ്ണായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അപ്പൊ എല്ലാരും കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണാം. പക്ഷേ വീഡിയോ എടുക്കണ്ടേ? ഈ കളിക്കതുവരെ മറ്റേ ഹോംവർക്ക് ചെയ്തില്ലേ? ഈ പഠിച്ചാ മതി. അത് പഠിച്ചാ മതി. ഈ എന്താണ് ഹോംവർക്കിനും കാട്ടി നല്ലത് അതാണ് ഡ്യൂലിംഗോ. സംഭവമൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഹോംവർക്ക് ചെയ്യണ്ടേ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഡ്യൂലിംഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡ്യൂലിംഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ്സ് പോപ്പുലർ ഫ്രീ ലാംഗ്വേജ് ലേണിംഗ് ആപ്പാണ് കേട്ടോ. ഹിന്ദി, ഇംഗ്ലീഷ്, ജർമ്മൻ, ഫ്രഞ്ച് ഇങ്ങനെ കുറെ 40-ൽ പരം ലാംഗ്വേജുകൾ ഇതിലൂടെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇത് പ്ലേ സ്റ്റോറിനോ ആപ്പ് സ്റ്റോറിനോ ഒക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ ഞാനിപ്പോൾ ഇറ്റാലിയൻ ആണ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കണ്ടിന്യൂ അടിച്ച് അപ്പൊ ഗെയിം പോലെ തന്നെ ഇവർ കുറച്ച് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കട്ടോ. അപ്പൊ അതിന് നമ്മൾ ആൻസർ പറഞ്ഞു. വിച്ച് ഓഫ് ദിസ് ഈസ് ദി വുമൺ? വുമണിന്റെ ആണ് ചോദിക്കുന്നത്. അപ്പൊ ഏതാണ്? ലഡോണ എന്ന് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. യെസ്, കറക്റ്റ് ആയിട്ടോ. വിച്ച് ഓഫ് ദിസ് ബോയ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതില് ഇല്ല റഗാസോ. അപ്പൊ കറക്റ്റ് ആയിരിക്കാണ്. ഇപ്പൊ ഇത് കണ്ടില്ലേ, നമ്മള് ഗെയിം കളിക്കുന്ന പോലെ തന്നെ ഏത് ലാംഗ്വേജും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഡ്യൂലിംഗോ ആപ്പ് എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗും ലിസണിങ്ങിനും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ട്രാവൽ ഓപ്പർച്യൂണിറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ വേയിലൂടെയാണ് നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വേയിലൂടെയും എഫിഷ്യന്റ് ആയിരിക്കും. സോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇപ്പൊ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യുക. അതേപോലെ തന്നെ പല ലാംഗ്വേജുകളും നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഒക്കെ കയറി പഠിച്ചേട്ടോ. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഐസ്ക്രീം വിത്ത് ഷേക്ക് വിത്ത് പിന്നെ അതിന്റെ കൂടെ ചോക്ലേറ്റ് എല്ലാം കൂടെ. അതിന് മുന്നേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ഒരു ഷേക്കിന് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നമ്മൾ എടുത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള എടുത്തിട്ടുണ്ട്, പിന്നെ മിൽക്ക് എടുത്തിട്ടുണ്ട്, വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, ഒരു ബേക്കറിയിൽ നിന്ന് കൊണ്ടുവരിപ്പിച്ചതാട്ടോ. പിന്നെ ഈ ഇതാണ് നമ്മളിങ്ങനെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് ഇതിന്റെ മുകളിലാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് തുറക്കുമ്പോൾ മെത്തേക്കാവും. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാണിച്ചതാ. ഓക്കെ, റഷി ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ അറിയോ? ആദ്യം ഇതിലേക്ക് പാലൊഴിക്കണം. പാലൊഴിക്കുക. ഈ പാലുണ്ടല്ലോ, ഈ പാല് കുറച്ച് പകുതി വെച്ചിട്ട് നമുക്ക് ബാക്കി വെള്ളം ഒഴിക്കുക. ഈ സാധനം ഓളെ പുതിയ ഡ്രസ്സ്, സൈബിൻ്റെ പുതിയ ഡ്രസ്സിലേക്ക് ആവാനുള്ളത്. അപ്പോൾ എന്താ ആവാ നോക്കുക. ഫുള്ളാക്കരുത്, നമ്മൾ എത്ര ആക്കണം? അതെ, ഇതുപോലെ മതി. പാല് മാത്രം പോരല്ലോ. പാല് മാത്രം പോരല്ലോ. മതി മതി, പാലും വെള്ളവും. അതായത് ഈ പാലാണ് ഓളെ അതേ പറഞ്ഞില്ല. അതാ പറഞ്ഞ എനിക്കൊന്നും അറിയില്ല. അതൊക്കെ ഞാന് എവിടെ നമ്മൾ പരിപാടി അവതരിപ്പിച്ചാലും ഈ എന്റെ വെപ്രാളം ഒഴിവാക്കാതെയോ എന്നിട്ട് ചെയ്യും. ആശയ എന്റെ കോൺസെൻട്രേഷൻ ഈ കളയരുത്. വെപ്രാളം ഒഴിവാക്കിയാൽ മതി. വെപ്രാളായി പോണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഇങ്ങനെ ടേബിൾമൊക്കെ ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുവച്ച് കൊടുത്താൽ പോരെ? എങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്ത പൊട്ട അടിയല്ലേ കാണുള്ളൂ. അതല്ല, ഈ കട്ടിംഗ് ബോർഡിൽ തന്നെ വെച്ച് കൊടുത്താൽ പോലെ. പറ്റില്ല. മറ്റേക്കാവുമ്പോൾ വൃത്തി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതാണ് അതിന്റെ വൃത്തി. ഓക്കെ, വിപ്പിംഗ് ക്രീം ആകെ നാശകൂശായി. ഞാനൊരു സ്പൂൺ എടുക്കട്ടെ. അത് മാത്രമേ അല്ല, സ്പൂൺ ഇടണ്ടേ. ഇടില്ല പക്ഷേ ഇപ്പത്തെ ഒരു ഷേക്കിന്റെ ഒക്കെ ഒരു അല്ലേ പക്ഷേ പ്രത്യേകത ഐസ്ക്രീം വിത്ത് ചോക്ലേറ്റ് ആൻഡ് ഷേക്ക് അല്ലെ, മിൽക്ക് ഷേക്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നല്ല ഈ മിൽക്ക് ഷേക്ക് നമ്മുടെ സൈബക്ക് ഇഷ്ടപ്പെടും.
മതിയടാ, ഓവറാക്കണ്ട. ഉഷു ഓവറാക്കണ്ട, മതി. വെയിറ്റ് ഇത് കുളമാക്കും. ഓ ബ്യൂട്ടിഫുൾ. ഒന്ന് പോയോടാ അവിടുന്ന്, ഉള്ള രസം കൂടി പോയി. ഇല്ലല്ല, ഇപ്പഴാ കറക്റ്റായത്. ഇതാ പിന്നെന്താ തോന്നടേ, ഇപ്പോഴും ഇങ്ങനെയാണ്. അപ്പം നമുക്കിന്ന് ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കണം. ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ ആയതാവും. ഞാനും ഈ നമ്മളവിടെ ക്യാമറ ഉണ്ട്. പക്ഷേ റെഡിയാക്കേണ്ടത് ഇവിടെയാണ്. നേരെ ഇങ്ങോട്ട് ഇപ്പൊ കുറച്ച് ഇതാവും കേട്ടോ. റെഡി 1 2 3. കുറച്ചല്ല, കുറച്ചധികം പോയി. ഓക്കെ, ഇത് തുടയ്ക്കണം നമുക്ക്. ഇപ്പം റാങ്കാക്കാൻ നോക്കിയിട്ട് ആകെ എൻ്റെ മെത്താണല്ലോ ഇത്. ഓള് പുതിയ ഡ്രസ്സാണ്, എന്താ സംഭവിക്കുന്നത് നമ്മൾ നോക്കണം. ഇവിടെ അല്ലേ കറക്റ്റ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ആറാടുകയാണ്. അത് പറ്റൂല. കുടിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് പറയും. ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഇരുന്നോ, എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള സാധനല്ലേ. ഈ എപ്പോഴും പറയല്ല എനിക്ക് ഇഷ്ടമാണെന്ന്. എങ്ങനെയുണ്ട്? ഇഷ്ടണ്ടോ? ഞാൻ പറയുമ്പോഴേ കുടിക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാനും ഈ ഫസ്റ്റ് അല്ലേ ഒന്നിച്ചല്ലേ കുടിക്കണ്ടേ. റെഡി 1 2 3 സ്റ്റാർട്ട്. കുടിച്ചോ. അതൊക്കെ കുടിച്ചോ. ദൈവങ്ങളൊക്കെ പുതിയ ഡ്രസ്സിലൊക്കെ ആയി. അത് സാറില്ല, പുതിയതെടുത്ത് വലിച്ചെറിയാലോ, കുഴപ്പമില്ലല്ലോ. ആ സീനില്ല, പുതിയതല്ലേ റാശിയ. ഇതിപ്പോ കേടായി വെച്ചിട്ട് ഇപ്പൊ കൊടുത്താലും മതിയല്ലോ. നിങ്ങൾ രണ്ടാളും തമ്മിലായിക്കോളി. ആ ഇതിപ്പോ എന്താ പ്രശ്നം? കഴിക്കാൻ മാറും. മതി കഴിക്കാൻ മാറില്ല മച്ചേ. കഴിക്കാൻ പോ. പ്രശ്നമില്ല. എടാ എന്നാലും ഇത് മൊത്താക്കില്ല. കഴിക്കാൻ പോടോ. പുതിയ കഴിക്കാൻ പോകും. മതി സേബ് പോടെ. കഴിക്കാൻ പോകും. എന്തൊക്കെ കഴിക്കാൻ പോകും. ഉമ്മ പറഞ്ഞു, ഉമ്മ കഴിക്കാൻ പോലെ. സാറില്ല, നമുക്കിത് വൃത്തിയാക്കിയതൊക്കെ അമ്മ പറഞ്ഞു. അപ്പൊ നമ്മുടെ സൈബക്ക് നല്ല കിടിലൻ ഒരു പണിയായിരുന്നു കിട്ടിയത്. എങ്ങനെയുണ്ട് ഷേക്ക്? ടേസ്റ്റ് ഇഷ്ടമായില്ലേ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. റാശി ഇത് കറുത്ത പഴയ ഡ്രസ്സല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പോടാ, പുതിയ ഡ്രസ്സാണ്. വിലവെടുപ്പാ? അതെന്താണ്? വിളവെടുപ്പല്ല, വിലവെടുപ്പ്. ഇതിപ്പോ വിളവെടുപ്പായില്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇഷ്ടമായ മതി. എന്നാലും എനിക്ക് വേണ്ടി ഷേക്ക് ഉണ്ടാക്കി തന്നില്ലേ? അഞ്ഞി ഉണ്ടാക്കുന്നില്ല പോരെ? അതുപോലെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും ഉണ്ടാക്കണില്ല പോരെ? ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈബക്ക് പണി കിട്ടിയത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ഇടണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തണം. അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു കിടിലൻ എപ്പിസോഡിൽ കാണാം. സൈബ് പോലെ അതിരിക്കും. ബൈ ബൈ.